വാരണാസിയിൽ നിന്നുള്ള പുതിയ വിശേഷങ്ങൾ. അതെ, വാരണാസിയിൽ നിന്നുള്ളൊരു പുതിയ വിശേഷമുണ്ട്. നമ്മൾ കേട്ടിട്ടില്ലേ, യോഗി ആദിത്യനാഥിൻ്റെ ബുൾഡോസർ വരുന്നു, ബുൾഡോസർ വെച്ച് ഇടിച്ച് നിരത്തുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതിനെതിരെ സുപ്രീം കോടതി കേസ് പോയി, കേസിൽ ചില വിധിയുണ്ടായി. വിധി പറഞ്ഞ ഇല്ലീഗൽ, അനധികൃതമായി നിയമവിരുദ്ധമായിട്ടുണ്ടാക്കിയ കെട്ടിടങ്ങൾ ഇടിച്ചു പൊളിക്കാം എന്ന് പറഞ്ഞു, അല്ലാതെ ബുൾഡോസർ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പോൾ ബുൾഡോസർ വരുന്നതിന് മുമ്പ് കുറേ ആളുകൾ വീടൊക്കെ പൊളിച്ച് ഓടുക, സ്വന്തമായിട്ട് പൊളിക്കുകയാണ്. അതെവിടെയാണെന്നറിയോ? ഇപ്പോൾ വിവാദമുണ്ടായിരിക്കുന്നത് സമ്പലിൽ ആളുകൾ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളാണ്, അവർ വീടൊക്കെ സ്വയം പൊളിച്ചിട്ട് ഇവർ സ്ഥലം വിടുക. അതിന് പറയാൻ കാരണം എന്താ? അവരിട്ട് ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, അല്ല ബുൾഡോസർ വരുമ്പോൾ ഇടിച്ച് നിരത്തും, ഉറപ്പാണ്. അപ്പം ഞങ്ങളുടെ ബാക്കിയോ രക്ഷിക്കാവുന്ന സാധനങ്ങളിൽ രക്ഷിക്കാമല്ലോ എന്ന് പറഞ്ഞ് അവർ സ്വയം വീട് പൊളിക്കുന്നു എന്നാണ് ദേശീയ ദിനപത്രങ്ങൾ, ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ ഒരു സംശയമുണ്ട്, അപ്പോൾ ഇവർക്ക് കോടതി പോയിക്കൂടെ? സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടല്ലോ പൊളിക്കരുത്, 45 ദിവസത്തെ നോട്ടീസ് കൊടുത്തിട്ടേ പൊളിക്കാവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യാതെ അവിടെ സിയാബൂർ റഹ്മാൻ എന്ന് പറയുന്ന MP ആണ് അവിടുത്തെ MP. ആ MPക്കും പണി കിട്ടി. MPയുടെ വീട് പൊളിക്കാൻ വേണ്ടി നോട്ടീസ് കൊടുത്തിട്ടുണ്ട്, 45 ദിവസം നോട്ടീസ് കൊടുത്തിരിക്കുക. ആ MP ഒക്കെ ഉള്ളപ്പോൾ ഇവരെന്താണ് സുപ്രീം കോടതി പോയിട്ട് ഒരു കണ്ടംപ്റ്റ് കൊടുക്കാത്തത്? ഞങ്ങളുടെ വീട് പൊളിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഒരു ലോവർ കോർട്ടിൽ പോയിട്ട് സുപ്രീം കോടതിയുടെ നിർദ്ദേശം ഇങ്ങനെയുണ്ട്, അതുകൊണ്ട് ഇത് ഞങ്ങളുടെ വീട് പൊളിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് പൊളിക്കരുതെന്ന് കോടതി ഉത്തരവിടണം എന്ന് പറയുന്നില്ല. കാരണം എന്തായിരിക്കും? ഭയമുണ്ട്. ഭയമല്ല, ഒന്നുകൂടെ ആലോചിച്ചേ. ഇതറിയാം, അവരുടെ അല്ലെന്നറിയാം, അനധികൃതമാണ്. ഒരു തരത്തിലും ഞങ്ങൾക്ക് അവകാശപ്പെട്ടതെന്ന് ഉത്തമ ബോധ്യമുണ്ട്, ഞങ്ങൾ കൈവച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് സ്വയം പൊളിച്ചിട്ട് ഓടുകയാണ്. അല്ലെങ്കിൽ ഈ ബുൾഡോസർ വരും. കാരണം ഇത് സംഭവിച്ചിരിക്കുന്നത്, നമ്മൾ ഈ ജാംബവാൻ കേട്ടിട്ടുണ്ടല്ലോ, പുരാണത്തിലെ രാമായണത്തിലെ കഥാപാത്രമാണ് ജാംബവാൻ. അദ്ദേഹം വലിയ വാനര ശ്രേഷ്ഠനാണ്. അപ്പോൾ ലങ്കയിൽ സീതാദേവി ഉണ്ടെന്നറിഞ്ഞു, അവിടെ പോയിന്ന് കാണണം, ആരെ വിടും എന്ന് പറഞ്ഞപ്പോൾ ജാംബവാൻ പറഞ്ഞു, അതിന് നമ്മുടെ കൂട്ടത്തിൽ ഒരാളുണ്ട്, ആളുടെ പേര് ഹനുമാൻ ചാടി ചെന്നോളും, ഹനുമാന് ചാടാൻ കഴിയുമെന്ന് പറഞ്ഞു. എന്ന് പറയുന്നത് പോലെ സംബാലിൽ ഒരു ഹനുമാൻ വന്നിട്ടുണ്ട്. ഹനുമാൻ്റെ പേര് അനൂജ് കുമാർ ചൗധരി എന്നാണ്. അപ്പം അനൂജ് കുമാർ ചൗധരി അദ്ദേഹം അവിടെ സംബാൽ സർക്കിൾ ഓഫീസറാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ പോലെ CI. സംബാൽ CI ആണ് യഥാർത്ഥത്തിൽ ഇതിനൊക്കെ കാരണക്കാരൻ. സംബാൽ CI ആരുടെ ഹനുമാനാണെന്ന് ചോദിച്ചാൽ യോഗിയുടെ ഹനുമാനാണെന്ന് പറയാം. അവിടുത്തെ SP, കാശി സോൺ SP ഗൗരവ് ബൻസാൽ അല്ലെങ്കിൽ ഗൗരവ് ബൻസാലിൻ്റെ ഹനുമാനാണ് അനൂജ് കുമാർ ചൗധരി എന്ന് പറയാം. അപ്പോൾ ഈ സംബാൽ വിഷയമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞപ്പോഴത്തേക്ക് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തീരുമാനിച്ചു, സംബാൽ മേഖലയിൽ അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഒരു ഫയലുണ്ടായിരുന്നു. സംബാൽ മേഖലയിൽ ഒരുപാട് വൈദ്യുതി ഉപയോഗിക്കപ്പെടുന്നുണ്ട്, പക്ഷേ കാശ് വരുന്നില്ല. അപ്പോൾ കറണ്ട് അങ്ങനെ വല്ലാതെ ആ മേഖലയിൽ പോകുന്നതായിട്ട് ഡിജിറ്റൽ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഉണ്ട് ഇവിടെ. പക്ഷേ അതിന് തന്നെ ആനുപാതികമായി കറണ്ട് ചാർജ് കിട്ടുന്നില്ല, പരിശോധിക്കാൻ പറഞ്ഞു. ഉത്തർപ്രദേശ് ഇലക്ട്രിസിറ്റി ബോർഡും പോലീസും കൂടിയാണ് പരിശോധിക്കാൻ തുടങ്ങിയത്. അങ്ങനെ പരിശോധിച്ച് എന്തപ്പോൾ അവിടുത്തെ മിക്കവാറും മദ്രസകൾ, മോസ്കുകൾക്കൊക്കെ വൈദ്യുതി കണക്ഷൻ ഇല്ല, പക്ഷേ കറണ്ടുണ്ട്, നേരിട്ട് ലൈനിൽ നിന്ന് വലിക്കുകയാണ്. വീടുകൾക്ക് അങ്ങനെയാണ്. എല്ലാം പിടിച്ചു. 1,30,00,000 കറണ്ട് മോഷണം കണ്ടുപിടിച്ചു, ബില്ല് കൊടുത്തു. അങ്ങനെ ഒരു വീട്ടിൽ തപ്പി ചെന്നപ്പോൾ എന്ത് പറ്റിയെന്നറിയാമോ? ആ വീട്ടിൽ വൈദ്യുതിയുണ്ട്, കണക്ഷനില്ല, വീട് പൂട്ടിയിട്ടിരിക്കുകയാണ്. വീടിൻ്റെ വലിയ വീടാണ്, സാമാന്യ ഭവനങ്ങളെക്കാളും വലിപ്പമുള്ളൊരു വീട്. അതിൻ്റെ ലോക്ക് തകർത്ത് പോലീസും വൈദ്യുതി ബോർഡ് ഉദ്യോഗസ്ഥർ അകത്ത് കയറി ആ വീട്ടിലൂടെ കയറി പരിശോധിക്കുമ്പോൾ വൈദ്യുതി കണക്ഷനുണ്ട്, നേരിട്ട് പോസ്റ്റിൽ നിന്ന് വലിച്ചിരിക്കുക. ആ വീടിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ കാണുന്ന കാഴ്ച എന്തറിയോ? വീടിനകത്ത് വേറൊരു സാധനം. എന്താണെന്നറിയോ? വീടിനുള്ളിൽ ഒരു അമ്പലത്തെ പൊതിഞ്ഞ് വീടുണ്ടാക്കിയിരിക്കുകയാണ്. അതായത് അമ്പലം വിഴുങ്ങി എന്നിട്ട് വീടുണ്ടാക്കി. പരിശോധിച്ചപ്പോൾ ആ അമ്പലത്തിൽ ശിവലിംഗമുണ്ട്, ഹനുമാൻ്റെ പ്രതിഷ്ഠയുണ്ട്. അപ്പോൾ അവർ നശിപ്പിച്ചിട്ടില്ല, അമ്പലം ഉള്ളിലാക്കിക്കൊണ്ട് വീടങ്ങ് നിർമ്മിച്ചു. ഏത് സമുദായക്കാരാണെന്ന് ഞാൻ പറയുന്നില്ല, ആ സംബാലിൽ അവർ മാത്രമേ ഉള്ളൂ. അങ്ങനെ പരിശോധിച്ചപ്പോഴാണ് അത് 40 വർഷം മുമ്പ് അവിടെ ഉണ്ടായിരുന്ന ഭസ്മശങ്കര ഹനുമാൻ ക്ഷേത്രമാണ് എന്ന് മനസ്സിലായത്. ആ ഒരു ക്ഷേത്രം കാണാനില്ലായിരുന്നു. കേട്ടിട്ടുണ്ടോ? ക്ഷേത്രം പൊളിക്കലല്ല, ക്ഷേത്രത്തെ വിഴുങ്ങി വീടുണ്ടാക്കി. അപ്പോൾ ശിവക്ഷേത്രമെന്നും ഹനുമാൻ ക്ഷേത്രമെന്നും ഒക്കെ പറയാവുന്ന ക്ഷേത്രം കണ്ടെടുത്തു, പോലീസിനെ വിളിച്ചു വരുത്തി, പോലീസ് അവിടെ പോലീസ് പട്രോൾ ഇട്ടു, ക്ഷേത്രം തുറന്നു കൊടുത്തു, അങ്ങനെ ക്ഷേത്രം വീണ്ടെടുത്തു. അപ്പോൾ ക്ഷേത്രത്തെ മറച്ച് ക്ഷേത്രത്തെ വിഴുങ്ങിക്കൊണ്ട് വീടുണ്ടാക്കി. ഇത് എങ്ങനെ സംഭവിച്ചെന്ന് നോക്കിയാൽ 1978 അവിടെ ഒരു വലിയ കലാപം ഉണ്ടായിരുന്നു. നമ്മൾ ഇന്നലെ
അതിൻ്റെ കൂടെ റിപ്പറ്റീഷൻ വരുമെന്നുകൊണ്ട് ഞാൻ പറയുന്നില്ല. നമ്മുടെ ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകർ ഇന്നലത്തെ നമ്മുടെ വീഡിയോ കാണണം. സംബാലിൽ നടന്ന ഹിന്ദു വേട്ട എന്നൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. 178 പേരെയാണ് കൊന്നത്. 178 ഹിന്ദുക്കളെ വെട്ടിയും കുത്തിയും തീ വെച്ചും കൊന്നു. ആ പ്രദേശത്ത് 40% ഹിന്ദുക്കളുണ്ടായിരുന്നു. അതോടുകൂടി എന്ത് ചെയ്തു? എല്ലാ ഹിന്ദുക്കളും അവിടെ നിന്ന് ഓടിപ്പോയി. അങ്ങനെ ഭസ്മശങ്കര ക്ഷേത്രവും ആ ഹിന്ദുക്കളുടെ വീടുമൊക്കെ ഉപേക്ഷിക്കപ്പെട്ടു. അതെല്ലാം എന്ത് ചെയ്തു? അവിടെ ഉണ്ടായിരുന്ന ഭൂരിപക്ഷ സമുദായം ഏറ്റെടുത്തു. അമ്പലം ഉള്ളിലായി, വീടുകളിലുള്ളിലായി അവരവിടെ താമസം തുടങ്ങി. ഇപ്പോൾ ഈ വൈദ്യുതി മോഷണം അന്വേഷിച്ച് ചെന്നപ്പോഴാണ് 40 വർഷം മുമ്പ് കാണാതെ പോയ അമ്പലം കണ്ടുപിടിച്ചത്. അപ്പോൾ യോഗി എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി അവിടെ ഉള്ളതുകൊണ്ട് അമ്പലം വീണ്ടെടുത്തു, തുറന്നു കൊടുത്തു, കളക്ടറെ വിട്ടു, SP വന്നു, അമ്പലം വൃത്തിയാക്കി, ഭക്തജനങ്ങൾ തുറന്നു കൊടുത്തു, ഹിന്ദുക്കൾ വന്ന് ആരാധനയും തുടങ്ങി. അപ്പോൾ നിശ്ചയദാർഢ്യമുള്ള ഒരു മുഖ്യമന്ത്രിയുടെ എന്ത് നടക്കില്ല. അപ്പോൾ ഇത് മനസ്സിലായി. അപ്പോൾ അവിടെ ചുറ്റും താമസിക്കുന്നവർക്ക് മനസ്സിലായി 40% ഹിന്ദുക്കൾ ഓടിപ്പോയപ്പോൾ അവരുടെ വീടുകളും സ്ഥലങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വേറെ ആളുകൾ കയ്യേറിയിരുന്നു. അവർക്ക് മനസ്സിലായി ഇനി യഥാർത്ഥ അവകാശികൾക്ക് ഈ ഭൂമി വിട്ടുകൊടുക്കാൻ വേണ്ടി എന്ത് വരും? ബുൾഡോസർ വരുമെന്ന് ഉറപ്പായി. അതുകൊണ്ട് അവർ തന്നെ പൊളിക്കുക. ആ വീടുമെങ്കിലും അതിൻ്റെ ബാക്കിയുള്ള സാധനങ്ങളും കിട്ടുമല്ലോ അല്ലേ? ഞങ്ങൾ അവിടെ ഞങ്ങൾ TV, AC ഒക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾ എടുത്തുകൊണ്ട് അവർക്കൊക്കെ വീടുണ്ടായിരുന്നവരാണ്. അപ്പോൾ നോക്കുമ്പോൾ ഒരു പ്രദേശത്തെ 40% ഞങ്ങൾ ഓടിപ്പോയി. അവരുടെ പ്രോപ്പർട്ടി, അവരുടെ സ്വത്തുക്കൾ, വീടുകൾ വെറുതെ കിടക്കുന്നു. നമ്മൾ കയറി ഒരു വീട്ടിൽ 4 മക്കളുണ്ട്, നീ അവിടെ പോയി താമസിച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ കൊടുത്തു. അങ്ങനെ അനധികൃതമായി രേഖകളില്ലാതെ ഓടിപ്പോയ, പേടിച്ച് കൊല്ലപ്പെടുമെന്നുള്ള ഭീതിയിൽ ഹിന്ദുക്കൾ ഓടിപ്പോയപ്പോൾ കയ്യേറി താമസിച്ച വീടുകൾ സ്വമേധയാ ഒഴിഞ്ഞു പോവുകയാണ് സംബാലിൽ. നോക്കൂ, ഇത് സംബാലിൽ നടന്നു. സംബാലിൽ അതായതുകൊണ്ട് തിരിച്ചു നടക്കുന്നു. ഇത് തന്നെയാണ് 1921 മലബാറിൽ നടന്നത് അല്ലേ? മലബാർ കൂട്ടക്കൊല നടന്നപ്പോഴത്തേക്ക് അവിടുത്തെ ഹിന്ദുക്കളൊക്കെ ഓടിപ്പോയ ഹിന്ദുക്കളുടെ പ്രോപ്പർട്ടി 921 പറയുമ്പോഴത്തേക്ക് ഇപ്പം 100 വർഷം കഴിയുന്നില്ലേ ഉള്ളൂ അല്ലേ? 100 വർഷം മുമ്പത്തെ കാര്യമാണ്. 100 വർഷം മുമ്പ് ആ പ്രോപ്പർട്ടി ആരുടെയായിരുന്നു? അതിൻ്റെ ഇന്നത് ആരുടെയാണ്? ഒരുപാട് സ്ഥലങ്ങൾ അങ്ങനെ അന്നത്തെ അവിടുത്തെ തദ്ദേശീയരായിരുന്ന അവിടെ താമസിച്ചിരുന്ന ആളുകൾ കൊല്ലപ്പെടുകയോ കൂട്ടക്കൊലയ്ക്ക് ഇരയാവുകയോ നാട്ടിൽ നിന്ന് ഓടിപ്പോവുകയോ ചെയ്തപ്പോൾ ആ വസ്തുവകകൾ ആർക്ക് പോയി? അതാരെങ്കിലും വീണ്ടെടുത്ത് കിട്ടുമോ? കേരളത്തിൽ അതിനുള്ള യോഗമില്ല, ആർക്കും കിട്ടില്ല. പക്ഷേ UP-യിൽ കിട്ടും. UP-യിൽ കിട്ടുമെന്ന് മാത്രമല്ല, അതിനു വേണ്ടിയിട്ട് പോലീസും ബുൾഡോസറും ഒന്നും വന്നില്ല. അതിനു മുമ്പേ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഉറപ്പുള്ള ആളുകൾ സ്വയം അത് തിരിച്ചറിഞ്ഞ് മാറുകയാണ്. കാരണം അവിടെ ഭരിക്കുന്നത് നല്ല തണ്ടലുള്ള ഒരാളാണ്. അനീതിയാണല്ലോ. 78-ൽ ഒരു 178 പേരെ കൂട്ടക്കൊല ചെയ്തിട്ട് ഒരു സമൂഹത്തെ ഓടിച്ചിട്ട് കാശ്മീരിൽ നടന്നതാണ്. ജമ്മുവിൽ അല്ലേ? പണ്ഡിറ്റുകളെ മുഴുവൻ ഓടിച്ചു. അവിടെ വീടുകളുടെ മുന്നിൽ നോട്ടീസ് വെച്ചു, ഒന്നെങ്കിൽ നീ മതം മാറുക അല്ലെങ്കിൽ കൊല്ലപ്പെടാൻ തയ്യാറാവുക. അപ്പം കുറച്ച് പേര് മതം മാറി. പക്ഷേ മഹാഭൂരിപക്ഷം 99% ആളുകളും മതം മാറിയില്ല. അവരൊക്കെ മതം മാറുന്നതിലും ഭേദം മരണമാണ്. അത് പക്ഷെ മരിക്കാനും വയ്യ. അതുകൊണ്ട് ഓടി ഡൽഹിയിലേക്ക് പോയി. അവർ തെരുവോരങ്ങളിൽ എത്രയോ വർഷം കിടന്നു. എത്ര വർഷം? എല്ലാം നഷ്ടപ്പെട്ടിട്ട് അവരെത്രയോ വർഷം അവിടെ കിടന്നു. അവസാനം നരേന്ദ്രമോദി എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി വരേണ്ടി വന്നു അവരെ കേൾക്കാൻ, അവരുടെ സങ്കടം കേൾക്കാൻ. ഇപ്പോൾ ഒരു അമ്മച്ചി ഇന്നലെ പാർലമെൻറ്റിൽ പലസ്തീൻ ഐക്യദാർഢ്യം എന്നൊരു ബാഗ് കൊണ്ടുപോയില്ലേ? എത്രയോ പതിറ്റാണ്ടുകളായി ദില്ലിയിലെ തെരുവോരങ്ങളിൽ കാറ്റും മഞ്ഞും മഴയും കൊണ്ട് ഫുട്പാത്തുകളിലും പാലങ്ങളുടെ അടിയിലും കിടക്കുന്ന പണ്ഡിറ്റുകളെ, കാശ്മീർ പണ്ഡിറ്റുകളുടെ, ഇവരുടെ അപ്പൂപ്പൻ ജവഹർലാൽ നെഹ്റു കാശ്മീർ പണ്ഡിറ്റാണെന്ന് പറയുന്നത് ഗിയാസുദ്ദീൻ, നമ്മൾക്ക് അതൊന്നും കഥയൊന്നും ഞാൻ പറയുന്നില്ല. പഴയ ചരിത്രം നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. പണ്ഡിറ്റ് എന്താ അവകാശപ്പെടുന്ന അവരെന്ത് ചെയ്തു? ഒന്നും ചെയ്തിട്ടില്ല. മോദി വരേണ്ടി വന്നു. ഇവിടെ UP-യിൽ ഇപ്പോൾ യോഗി വന്നപ്പോൾ യോഗി വരുമെന്നുള്ള ഭയത്തിൽ ഓടുന്നത് പോലെ മോദി വരേണ്ടി വന്നു അവരെ ഒന്ന് പുനരധിവസിപ്പിക്കാൻ. ഇപ്പോൾ കാശ്മീരി പണ്ഡിറ്റുകളെ തിരിച്ചു കൊണ്ടുപോകുക, അവരുടെ കയ്യിൽ നിന്ന് പിടിച്ചു പറിച്ച വീടും വസ്തുവകളും തിരിച്ചു കൊടുക്കാനുള്ള നടപടികളെടുക്കുക. അപ്പോൾ ഈ നാട്ടിൽ ഭൂരിപക്ഷം ഹിന്ദുക്കളായിട്ടും അവരഭയാർത്ഥികളായി, കൊള്ളയടിക്കപ്പെടുന്നവരായി, കൊലപാതകങ്ങൾക്കിരയാവുന്നവരായി മാറുന്ന വല്ലാത്തൊരു ദയനീയ ചിത്രം നമ്മുടെ രാജ്യത്തുണ്ട്. ഇത് പറയുമ്പോൾ നമ്മൾ വർഗീയവാദികളായിട്ട് പറയും. നമ്മൾ പറയുന്നത് സത്യമാണ്. ഈ സത്യം പറയുമ്പോൾ നമ്മളെ എന്തിനാണ് വർഗീയവാദി എന്ന് വിളിക്കുന്നത്? സത്യം പറയാൻ പാടില്ല. കാശ്മീരിലെ പണ്ഡിറ്റുകളെ കൂട്ടക്കൊല ചെയ്തില്ലേ? അവർ ഓടിയില്ലേ? 5 ലക്ഷത്തോളം ആളുകൾ ദില്ലിയുടെ പ്രാന്തപ്രദേശങ്ങളിൽ അഭയാർത്ഥികളായി താമസിച്ചില്ലേ? ഇപ്പോഴും അവിടെ ഇല്ലേ? അവരുടെ വീടുകളും പ്രോപ്പർട്ടിയൊക്കെ കൊണ്ടുപോയില്ലേ? അത് പറഞ്ഞുകൂടെ? പറയാൻ പാടില്ല. പറഞ്ഞാൽ നമ്മളെ നമ്മുടെ കമൻറ്റുകളുടെ താഴെ വരുന്ന കമൻറ്റുകൾ നോക്കൂ, നമ്മളെ വർഗീയവാദിയായിട്ട് മുദ്ര കുത്തും. ഇത് മിണ്ടാൻ പാടില്ല. അർമേനിയയിൽ ക്രൈസ്തവരെ കൊന്നു. തുർക്കി മുസ്ലിം ഭരണകൂടം ഖിലാഫത്ത് ഭാഗമായി ഖലീഫയുടെ
സേന വന്ന് കൊന്നു എന്ന് പറഞ്ഞാൽ 15 ലക്ഷം ക്രൈസ്തവരെ കൊന്നു പറഞ്ഞാൽ നീ വർഗീയവാദിയാണ്, മിണ്ടാൻ പാടില്ല. അങ്ങനെ കൊല്ലപ്പെടാനും ആട്ടി ഒടിക്കപ്പെടാനും മാത്രമായി ഒരു ജനതയുണ്ടോ? എന്നിട്ടോ ഇത് ചെയ്യുന്നവർ ഇരകളാണെന്ന് പറയും അല്ലേ? അതെ, അവർക്ക് രക്ഷയില്ലെന്ന് പറയും. നമ്മുടെ ചരിത്രം എടുത്തു വെക്കൂ. ഇവിടെ വലിയ തോതിലുള്ള വംശഹത്യകൾ, കൂട്ടക്കൊലകൾ നടന്നിട്ടുള്ളത് എന്തിൻ്റെ പേരിലാണ്? ആരാണ് ഇരയായിട്ടുള്ളത്? പശ്ചിമ ബംഗാൾ മാരിജാപ്പി കൂട്ടക്കൊല, ഹിന്ദുക്കളാണ് കൊല്ലപ്പെട്ടത് അല്ലേ? അതെ. ജമ്മു, ഇനിയിപ്പോൾ നമ്മൾ ഈ പറഞ്ഞ സമ്പൽ, ഇതൊക്കെ ചരിത്രമാണ് നമ്മുടെ മുന്നിൽ. ഇന്നലെ നിയമസഭയിൽ യോഗി ആദിത്യനാഥ് ഇത് പറഞ്ഞല്ലോ. യോഗിയുടെ പ്രസംഗത്തിൽ സമ്പലിലെ 78 ഈ കാര്യങ്ങൾ എണ്ണി പറഞ്ഞിട്ട് പിൻ ഡ്രോപ്പ്, മൊട്ടുസൂചി വീണാൽ കേൾക്കുന്ന സൈലൻസ് ആയിരുന്നു. ഒരക്ഷരം മിണ്ടാൻ ആരും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ ചരിത്രമാണ്. ഗാർഗെ എന്നാണ് പറഞ്ഞില്ലേ? ഗാർഗെ വളരെ ദയനീയമായിട്ട് പറഞ്ഞു, ഞാൻ എന്ത് കഷ്ടപ്പെടുന്നു, ഞാൻ ദളിതനാണ്, എൻ്റെ അമ്മയെ അല്ലേ അതെ ജീവനോടെ തീ വെച്ച് കൊന്നത് ഞാൻ കണ്ടു. ഹിന്ദു പ്രസംഗിച്ച ആളുകൾക്ക് ഭയങ്കര വൈകാരിക. RSS ഭീകരന്മാർ, ഹിന്ദുത്വ ഭീകരന്മാർ ചെയ്ത കൊടും ക്രൂരത, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡൻറ്റിൻ്റെ അധ്യക്ഷൻ്റെ അമ്മയെപ്പോലും തീയിട്ട് കൊന്ന കാപാലികർ എന്നൊക്കെ നമ്മൾ കരുതിയിരിക്കുമ്പോൾ പിറ്റേ ദിവസം യോഗി ആദിത്യനാഥ് ശരിയാ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായി, അദ്ദേഹത്തിൻ്റെ അമ്മയെ അങ്ങനെ ചെയ്ത ആളുകളുടെ പ്രതികളുടെ പേര് 1, 2, 3, 4 എന്നൊക്കെ പ്രതികളുടെ പേരങ്ങ് വായിച്ചു. അന്നത്തെ കേസിൽ അതാരായിരുന്നറിയോ? ഹിന്ദുക്കളായിരുന്നില്ല. ആരാണെന്ന് ഞാൻ പറയുന്നില്ല. അതോടെ അത് തീർന്നു. അപ്പോൾ ആരാണ് ദളിതരാവട്ടെ, ആരും ആവട്ടെ, കാശ്മീർ മുതൽ മലബാർ മുതൽ പണ്ഡിറ്റെന്നോ ദളിതരെന്നോ ഒന്നുമില്ല. അതായത് അതാണ് സംഭവിച്ചത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ സംബാലിൽ നടക്കുന്നത്. ഇനി സംബാലിൽ ഒരു കാര്യയുടെ പറയാം. വാരണാസിയിൽ മദൻപുരയിൽ ഒരു ശിവക്ഷേത്രം ഇന്നലെ കണ്ടെത്തി. അവിടെ പണ്ട് ഹിന്ദുക്കൾ ഇതുപോലെ ഓടിപ്പോയൊരു സ്ഥലത്ത് ഒരു 2 കെട്ടിടങ്ങൾക്കിടയിൽ ഒരു ശിവക്ഷേത്രം. അതിൻ്റെ ഫോട്ടോ ഇന്ന് ടൈംസ് ഓഫ് ഇന്ത്യ വന്നിട്ടുണ്ട്. ആ പടം കിട്ടുവാണെങ്കിൽ നമുക്കെടുത്ത് വീഡിയോ കാണിക്കാം. വിവരം അറിഞ്ഞു. അവിടെ സനാതൻ രക്ഷാസേനയുടെ പ്രസിഡന്റ് അജയ് ശർമ്മ ആണ് ഈ വിവരം പോലീസിനെ അറിയിച്ച്. ഒരു ശിവക്ഷേത്രം, മറ്റ് കെട്ടിടങ്ങൾക്കിടയിൽ ഞെരുങ്ങിയ ഒരു ശിവക്ഷേത്രം പൂട്ടിക്കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. വൻ പോലീസ് സംഘം വന്നു, ക്ഷേത്രം ഏറ്റെടുത്തു, വൃത്തിയാക്കി, അത് ആരാധനയ്ക്ക് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ആ ക്ഷേത്രം ഏതാണെന്ന് ചരിത്രരേഖകൾ വെച്ച് തിരിച്ചറിഞ്ഞു. സിദ്ധേശ്വർ മഹാദേവ ക്ഷേത്രമാണ്. അപ്പോൾ പള്ളിക്കടിയിൽ മാത്രമല്ല, വീടുകൾക്കുള്ളിലും ക്ഷേത്രങ്ങളുണ്ട്, വീടുകൾ കൊണ്ട് മറച്ചു വെച്ചും ക്ഷേത്രങ്ങളുണ്ട്. ഇന്ന് തെളിഞ്ഞു വരികയാണ്. ഇത്ര കാലം ഇതൊക്കെ എവിടെയായിരുന്നു? ഇത്ര കാലം ഇതൊക്കെ അറിയാവുന്ന ഹിന്ദുമത വിശ്വാസികൾക്ക് പോലും പറയാൻ പേടിയായിരുന്നു. ഇവിടെ ഇവിടെ ഇങ്ങനൊരു ക്ഷേത്രം ഉണ്ടായിരുന്നു. അതിപ്പോൾ അവിടെ നമുക്ക് അങ്ങോട്ട് പോകാൻ പോലും പറ്റാത്ത ഏറിയാണ്. അതങ്ങനെയാണ്. അവിടെ ജനസംഖ്യ, ഡെമോഗ്രാഫി മാറിപ്പോയി. അതുകൊണ്ട് നമുക്ക് പറഞ്ഞുകൂടാ എന്നുള്ള ഭയം മാറിയിട്ട് അവിടെയുണ്ട്, ഞങ്ങളുടെ ഒരു ക്ഷേത്രമുണ്ട്, ഞങ്ങളുടെ സിദ്ധേശ്വർ മഹാദേവ ക്ഷേത്രം അവിടെയുണ്ട്, ഇപ്പോഴും ഉണ്ട്, ഞങ്ങൾക്കത് വേണം എന്ന് പറയാൻ ഈ ജനതയ്ക്ക് അവിടെ ഭൂരിപക്ഷമില്ലെങ്കിൽ പോലും, അവിടെ ഓടിപ്പോയവരാണെങ്കിൽ പോലും അവർക്ക് തൻ്റെ ഇടമുണ്ടായി വന്നിരിക്കുന്നു. ഒരു ഉണർച്ച ഉണ്ടായി വന്നിട്ടില്ലേ? ഉണരുന്നുണ്ട്. പക്ഷേ ഉണരും എപ്പോഴാണെന്നറിയോ? ഉണർന്നാൽ സംരക്ഷിക്കാൻ ആളുണ്ടെങ്കിൽ. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇന്ത്യയിൽ അങ്ങനെ ആളുണ്ടെന്നൊരു തോന്നൽ ഇപ്പോഴുണ്ട്. UP-യിൽ 10 കൈകൾ കൊണ്ടും സംരക്ഷിക്കാൻ, നമുക്ക് 2 കൈയേ ഉള്ളൂ, 10 കൈകൾ കൊണ്ടും സംരക്ഷിക്കാൻ പോകുന്ന ഒരാളുണ്ടെന്നുള്ള തോന്നലിൽ UP അതിൻ്റെ സത്വം വീണ്ടെടുക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.